ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ മുഴുവനും പ്രവർത്തനരഹിതം. അധികൃതരുടെ അനാസ്ഥ മൂലം നഗരത്തിലെ ക്യാമറകൾ വർഷങ്ങളായി കണ്ണടച്ചിരിക്കുകയാണ്. ഇതോടെ ക്രമസമാധാന പാലനത്തിൽ ഗുരുവായൂർ പോലീസ് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നഗരത്തിലെ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറ പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറ ദൃശ്യങ്ങളെ മാത്രമാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇതിനായി സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളും പോലീസ് സ്റ്റേഷനിലെ നിരീക്ഷണ സംവിധാനവും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ 1 കോടിയോളം രൂപ മുടക്കി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നില്ല. അടുത്തിടെ നഗരത്തിൽ 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി മോഷണങ്ങളും അടിപിടികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 കൊലപാതക കേസുകളിലെയും ഇരകളും പ്രതികളും തെരുവിൽ കഴിഞ്ഞിരുന്നവരാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ ഗുരുവായൂരിൽ താവളമടിക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കുന്നത് അത്യാവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ക്യാമറകൾ പുനഃസ്ഥാപിക്കാൻ നഗരസഭ, ദേവസ്വം, സംസ്ഥാന സർക്കാർ എന്നിവയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം.